ഇപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ KSU വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ കൺവീനർ ഡോക്ടർ സാജൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ സാജൻ, ഗുഡ് മോർണിംഗ്. സാജൻ, യഥാർത്ഥത്തിൽ ഈ സ്വാശ്രയ കോളേജിൻ്റെ നിയമം ലംഘിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ ആദ്യ പ്രതികരണം? ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ അവസാനിച്ചത് നവംബർ 30-നാണ്. എന്നാൽ അവസാന തീയതിക്ക് 2 ദിവസം മുമ്പ് കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അധികമായി 30 സീറ്റ് കൂടി അനുവദിക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ തിടുക്കപ്പെട്ട തീരുമാനം തീർച്ചയായും മാനേജ്മെന്റിന് വേണ്ടി നടപ്പാക്കാനാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടന്നതെന്നാണ് നമുക്ക് പ്രതികരിക്കാനുള്ളത്. അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ ഒരു സീറ്റ് കോളേജിന് നൽകുകയാണെങ്കിൽ ആ കിട്ടിയ വിവരം സർക്കാരിനെ അറിയിക്കുകയും അതിനുശേഷം 50% മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ സർക്കാർ LBSന് കൈമാറുകയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 50%മാണ് മാനേജ്മെന്റ് സീറ്റിൽ ഫീസ് നിശ്ചയിക്കുവാൻ വേണ്ടി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയും സർക്കാർ കൈമാറേണ്ടത്. എന്നാൽ ഇവിടെ ഇത് ഉണ്ടായിട്ടില്ല. ഇത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ LBSനെ ആരോഗ്യവകുപ്പ് അറിയിക്കാതെയും അതിനാൽ സർക്കാർ മെറിറ്റ് സീറ്റിലെ 50% സീറ്റിൽ അഡ്മിഷൻ നടക്കാതെയും വന്ന ദിവസം നവംബർ 30-ാം തീയതി സർക്കാർ ഇത്തരത്തിൽ മെറിറ്റ് സീറ്റ് ഉൾപ്പെടെ മാനേജ്മെന്റ് സീറ്റിലേക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കൊടുക്കുന്നതിലൂടെ മെറിറ്റ് സീറ്റ് അഡ്മിഷൻ കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ് സർക്കാർ വഞ്ചിക്കുകയുണ്ടായത്. ഇത്തരത്തിലുള്ള നീക്കം തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ 45 സീറ്റ് പത്തനംതിട്ട ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിനും അനുവദിക്കുകയുണ്ടായി. എന്നാൽ മുഴുവൻ സീറ്റിലും സർക്കാർ മെറിറ്റിൽ നിന്ന് LBS അഡ്മിഷൻ നടത്തണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. എന്നാൽ ഇവ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ ഫീസ് നിശ്ചയിക്കുന്ന ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഉൾപ്പെടെ ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിന് 23 സീറ്റ് അനുവദിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു ഉത്തരവ് കൂടി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാണ് ഇത്തരത്തിൽ 23 മാനേജ്മെന്റ് സീറ്റ് നേടിയെടുക്കുകയും ഇത്തരത്തിലുള്ള നീക്കം മാനേജ്മെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. കേരള വിദ്യാർത്ഥി യൂണിയൻ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും. ഇതിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ഡോക്ടർ സാജനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ KSU കൺവീനറാണ്.